വഫാത്തായിപ്പോയ ഷെയ്ഖ് ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിനെ പറ്റി എന്താ പറയാ? മോശോ നല്ലതോ? ശരിക്കും പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല. കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് എനിക്കൊരു മിനിറ്റ് ഇവിടെ പറയാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇത് ജാഫർ സഖാഫി എന്ന് പറയുന്ന വീണയിടത്ത് വിദ്യാധരനായിക്കൊണ്ട് മുഖാമുഖ പൊറാട്ട് നാടകങ്ങൾ നടത്തുന്ന ഒരു സഖാഫിയാണ്. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന ആളെ ഇവർ കാണിക്കാറില്ല. അതുമാത്രമല്ല, ചോദ്യം ചോദിക്കുന്ന ആളെ മക്കാറാക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് ഇയാൾ എന്തൊക്കെയോ വിവരക്കേടുകൾ പറയാറാണ് സാധാരണ പതിവ്. ഇന്നിവിടെ ചോദ്യം ചോദിച്ച വ്യക്തിയോട് പറയുന്ന ചോദ്യം ഇവിടെ കാണിച്ചിട്ടില്ല. ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഈ രൂപത്തിലാണ്. ഓക്കെ, അതെന്തോ ആവട്ടെ. അവിടെ അദ്ദേഹം പറഞ്ഞ, ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക് ജാഫർ സഖാഫി പറയുന്നത് അള്ളാഹുവിൽ ലയിച്ച് ജീവിച്ച എന്നാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു ആളായിരുന്നു. എന്നാൽ ഇവിടെ ജാഫർ സഖാഫി പറയുന്നത് എന്താണ്? അള്ളാഹുവിൽ ലയിച്ച് ജീവിച്ചെന്ന. അത് ആരുടെ വാദമാണ് പ്രിയമുള്ളവരെ? അദ്വൈത സിദ്ധാന്തക്കാരുടെ വാദമല്ലേ? ഖല്ലാജയുടെ വാദമല്ലേ? അതുപോലെ തന്നെ സൂഫി ത്വരീഖത്തുകാരുടെ വാദമല്ലേ? 1 കിലോ ഉപ്പ് കൊണ്ടുപോയിട്ട് കടൽ വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പ് എവിടെ എന്ന് ചോദിച്ചാൽ കാണാൻ കഴിയില്ല, അതുപോലെ അള്ളാഹുവിലേക്ക് ലയിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന പിഴച്ച വിശ്വാസക്കാരുടെ വാദമല്ലേ? നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി, വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ച്, ആശ്രയിക്കേണ്ട പോലെ ആശ്രയിച്ചുകൊണ്ടല്ലേ ജീവിക്കേണ്ടത്. അല്ലാണ്ട് അള്ളാഹുവിൽ കണ്ട് ലയിക്കുക അതെങ്ങനെയാണ് ആ ലയനം? എന്തോട്ടെ, ഇവിടെ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന ആളെ കളിയാക്കിക്കൊണ്ട്, അത് സ്ഥിരമാണ് അയാളുടെ പരിപാടി. ഇതിൽ നിരീശ്വരവാദിയാണ് ഈ പറയുന്ന സലഫി ആദർശത്തിലുള്ള ആള് എന്ന് പറയുന്ന ഈ ജാഫർ സഖാഫി. അയാൾ തന്നെ സ്വയം നിരീശ്വരവാദിയാണ്, നിരീശ്വരവാദികളെക്കാൾ പിഴച്ചതാണ് എന്ന് ഈ മുഖാമുഖത്തിലൂടെ അയാൾ പറയുന്നുണ്ട്. കേൾക്കാം, മനസ്സിലാക്കാം. പറയട്ടെ. അവിടെ ഒരു മിനിറ്റ്, മോദി ശേഖരന് മതം പറയാൻ പറ്റുമോ? അത് മോദി ശേഖർ പറഞ്ഞിട്ടില്ല. ഇന്ന് വിളിച്ച് സഹായം ചോദിക്കാൻ ഖദീജ ബീവി പറഞ്ഞിക്കണ പൊന്നാര ഹനീഫ. അത് മനസ്സിലാക്കണം ഹനീഫക്ക്. എന്നാ ഒന്ന് കൂടെ വാ, ഒന്ന് നിക്ക. അതിനു മുമ്പേ മുസ്ലിയാരെ എന്നെ വിളിച്ച് സഹായം തേടിക്കോളിയും എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല എന്ന് അവിടെ ചോദ്യകർത്താവ് പറയുമ്പോൾ ഇയാൾ ആയിഷ ബീവി പറഞ്ഞിക്കണോന്ന് ചോദിച്ച്. എന്താ പറഞ്ഞിരിക്കണത് ആയിഷ ബീവി? മുഹീദ്ദീൻ ഷെയ്ഖിനെ വല്ല നിലത്തും നിങ്ങൾ ഇങ്ങനെ വിളിച്ചോളി, എന്നിട്ട് ഇങ്ങനെ സഹായം തേടിക്കോളി എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ലെങ്കിൽ കൊഞ്ഞനം കുത്തിക്കൊണ്ട് കൊഞ്ഞപ്പട കളിക്കുന്ന ജാഫർ സഖാഫി, താങ്കളൊക്കെ ഒന്നുകൂടി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്നാണ് പറയാനുള്ളത്. കേൾക്ക് സഹോദരന്മാരെ. മദ്ഹ് പറയാന്ന് പറഞ്ഞാൽ മൗലിദ് ഓതാം. മദ്ഹ് പറയൽ എങ്ങനെ മൗലൂദ് ഓതലാവുന്നത്? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയേണ്ട ആ ഒരു സദസ്സിൽ വന്നിട്ട് മൗലൂദ് ഓതിയാതെ എങ്ങനെ മദ്ഹ് ആകുക? എന്താണ് മൗലൂദ്? ഇർതകബതു അൽ ഖതാ ഗൈറ അശ്രിൻ വഅദദ് ലഹക അശ്ഗു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെല്ലാം പേറിക്കൊണ്ട് ഞാനിതാ വരുന്നു, അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, അങ്ങനെ പാപമോചിതനാക്കണേ റസൂലേ എന്നാണ് ആ വരിയുടെ അർത്ഥം വരുന്നത്. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഈ പാടുന്നതിൽ ഈ പാടുന്ന ഈ സാധനത്തിൽ ചിലപ്പോൾ ഞാൻ പാടുന്നതിൽ തെറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇതല്ല എൻ്റെ പണി. അപ്പോൾ കേട്ടൊരറിവിൽ വെച്ചിട്ട് പാടുകയാണ്. നബിയേ ജിൻ്റെ അമ്മേണോ, നബിയേൻ്റെ വാപ്പേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ഷിർക്കിൻ്റെ വാചകങ്ങളാണ് മൗലൂദ് എന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണോ സഹോദരന്മാരെ? അതിൻ്റെ ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഇക്കായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥകൾ ഒരുപാട് അതിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് അത് സൃഷ്ടിച്ചത് ആലം പടക്കുന്നതിന് മുമ്പെയാണെന്ന് പച്ച നുണ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ പേര് കേൾക്കുമ്പോൾ തർലിയത്ത് അവർ ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തെ പ്രളയം, ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹിനോടാണ് അവർ ഇസ്തിഗാസ ചെയ്തതെന്ന് പച്ച നുണ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇസ്തിഗാസ ചെയ്തത്, സഹായം തേടിയത് റസൂലുള്ളാഹിനോടാണെന്ന് പച്ച നുണ ഇവർ പറയാറുണ്ട്. അതുപോലെ തന്നെ
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് തെറ്റ് സംഭവിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലമയോടാണ് പ്രാർത്ഥിച്ചത്, ഇസ്തിഗാസ ചെയ്തത്, സഹായം തേടിയതെന്ന് പച്ചനുണ ഇവർ പറയാറുണ്ട്. ഇതത്ര മൗലൂദ്. മധുവും മൗലൂദും ഒന്നാണോ മൂല്യരെ? മൗലൂദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പാടി നടക്കുന്ന സാധനം അത് ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വാരി എറിഞ്ഞപ്പോൾ 12,000 കുഫാറുകൾ തോറ്റോടിപ്പോയി എന്ന് പച്ചെന്നോണം അവരെ ജാല മുഹമ്മദിലോ ഷറഫ് അനാമിലോ അല്ല ജാല മുഹമ്മദിലോ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ അത് തുറന്നു കാണിച്ചപ്പോൾ 12,000 അല്ല, അത് 1000 കുഫാറുകൾ തോറ്റോടിപ്പോയിന്നാ. 1000 കുഫാറുകൾ അവിടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? 1000നും 960നും ഇടയിൽ ഇനി 1000 പങ്കെടുത്തു നോക്കുക. അവിടെ 70 ആള് ചത്തുപോയില്ലേ? 70 ആളെ ബന്ദിയാക്കി പിടിച്ചുകൊണ്ടുപോയില്ലേ? പിന്നെ എങ്ങനെയാ അവിടുന്ന് 1000 തോറ്റോടിയത്? എന്ത് നുണയൊക്കെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? അതുപോലെ ഇവരുടെ ഏത് മൗലൂദ് കിതാബിലാണ് നുണ അല്ലാത്ത കാര്യങ്ങളുള്ളത്? ഫാത്തിമ മൗലൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ജനിച്ചത് സ്വർഗത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജ് പോയപ്പോൾ അവിടെ നിന്നും കഴിച്ച ആപ്പിളിന്റെ എനർജിയിലാണ് എന്ന് നുണ എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജ് പോകുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. പിന്നെ എങ്ങനെ രണ്ടാം വരെയും ഫാത്തിമ ബീവി ഉണ്ടായത്? അതുപോലെ തന്നെ സിദ്ദീഖ് മൗലൂദില് പച്ച നുണങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? ഏത് മൗലൂദിലങ്ങളും നുണ എഴുതിയേക്കാത്ത? എങ്ങനെ മദ്ഹും മൗലൂദും ഒന്നാവുന്നത്? മദ്ഹ് എന്ന് പറഞ്ഞാൽ ബദരിയീൻ, ബദർ രണാങ്കണത്തിൽ അടരാടി ജയിച്ച വീരകഥകൾ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയാത്ത് നടത്തിയ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഖന്തക്കിലും ഖൈബറിലും ഹുനൈനിലും പോലെയുള്ള ഉഹദിലും ബദറിലും ഒക്കെ സ്വഹാബാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പോരാട്ടം നയിച്ച ആ കാര്യങ്ങൾ നമ്മൾ മദ്ഹായിട്ട് പറയാറുണ്ട്. അവരുടെ പോരിശ പറയാറുണ്ട്. നിങ്ങൾ പറയണതോ? നിങ്ങൾ പറഞ്ഞ പാച്ച നോണയല്ലേ പറയാറുള്ളത്? പാച്ച കളവല്ലേ പറയാറുള്ളത്? മത് അത്ര മത് എന്ത് മത് നോണ? അതാണ് ആ മൗലൂദിലുള്ളത്. ഇനി കേട്ടോളി. അല്ല പിന്നെ എന്താണ് ഒരു ബേജാറ്? മൗലിദ് ഓതിക്കോളി. എല്ലാരും കേട്ടാ? മൗലിദ് ഓതിക്കോളാൻ. ഇവിടെ ചോദ്യകർത്താവ് അല്ലെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്ന ആളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കുമ്മ പിടിച്ചിട്ട് ആ ഓതിക്കോളാൻ പറഞ്ഞോന്ന് ജയിച്ചിക്കാണ് ഇപ്പോ. കേട്ടോളി. ഇനി നിങ്ങൾക്ക് വിഷമം നിങ്ങൾ മൗലിദ് ഓതിക്കോളി. ഹനീഫ അവിടെ നിൽക്കുക. ഹനീഫ അവിടെ വാ. മൗലിദ് ഓതാം. ഹനീഫ അല്ല പറഞ്ഞത് മൗലൂദ് ഓതാം. നിങ്ങൾ പറഞ്ഞു നടക്കുന്നതാണ്. എന്താണ് മൗലൂദ് എന്നുള്ളത് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് വിശദീകരിക്കേണ്ടതില്ല. പച്ച നുണയുള്ളതില്, കുഫറാണുള്ളതില്, ഷിർക്കാണുള്ളതില്, ബിദഅത്താണുള്ളതില് സംശയമൊന്നുമില്ല. അത് ഒരു സലഫിയും ഒരു മുവഹിദും ഒരു മുസ്ലിമും ഒരു മുഅ്മിനും ഒരു മുഹ്സിനും അത് ഓതാൻ പറയില്ല, ഓതൂല. അത് വേറെ കാര്യം. പാറ മൂല്യരെ നിങ്ങൾ പുറത്തേക്ക് വരാത്തെന്താ? കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വിഷയത്തിലേക്ക് വാ. ഇസ്ലാമിൽ നിന്ന് സമുദായത്തെ തൗഹീദിനെതിരിൽ നിരീശ്വരവാദത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് വഹാബികളാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ഇസ്ലാമിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് വഹാബികളാണ് എന്ന് പറയുന്ന ഈ മൂല്യര് തന്നെ പറയുന്നുണ്ട്. ഈ പറയപ്പെട്ട പരിപാടി ഇവരെന്നെ ചെയ്യുന്നതെന്നുള്ളത് അതെങ്ങനെയാണെന്നുള്ളത് ഇതിനെ കുറച്ചുകൂടി നിങ്ങളൊന്ന് കണ്ടാൽ, ക്ഷമിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയെന്നറിയോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കോട്ട് ചെയ്യൽ നിർബന്ധ. നിങ്ങളെ കറാമത്തും നിങ്ങളെ മൊയ്ജിദത്തും കേട്ടിട്ട് ആൾക്കാർ മുജാഹിദായി, ആൾക്കാർ ഇസ്ലാം എന്ന് പോയി. കറാമത്ത് അപ്പൊ കറാമത്തും മുജീദത്തും അതെ. ഇവിടെ എന്തേ പറഞ്ഞത്? മോജിസത്തും കറാമത്തുന്ന് ഇയാൾ മോജിസത്ത് കൂട്ടി പറഞ്ഞു. ഇവർ പറയുന്ന കള്ളക്കറാമത്തുകൾ കേട്ടിട്ട് ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടുണ്ട്. അതിന് ഇഷ്ടംപോലെ തെളിവുണ്ട്. തെളിവ് നിരത്തുകയാണെങ്കിൽ ഇന്ന് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്ന വിവരദോഷികളെല്ലാം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. ഇവരുടെ കള്ളക്കറാമത്ത് കേട്ട് മടുത്തിട്ടാണ് വെച്ചാൽ പോയത്. അത് പോയിന്ന് മാത്രമല്ല, ഇന്നും ആളുകൾ ഇവരുടെ ഈ കള്ളക്കറാമത്ത് ഈ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് ഇവരുടെ കൂട്ടത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഞാനൊക്കെ ചാനൽ തുടങ്ങിയിട്ട് ഇവിടെ ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. എൻ്റെ ക്വാളിറ്റി എന്താണ്, എൻ്റെ അതിനുള്ള യോഗ്യത എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെടുത്ത് ഇതൊക്കെ തന്നെ നിങ്ങളുടെ മൂല്യക്കന്മാർ കാരണം കുറേ ആളുകൾ ഇതാണ് ഇസ്ലാമെന്നും കരുതിയിട്ട് ഇത് ഒഴിവാക്കി പോകുന്നുണ്ട്, ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അതല്ല ഇസ്ലാം എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിന് വഹാബികൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളുകളുടെ തൗഹീദ് തന്നെയാണ് ഞാനിവിടെ എടുക്കാറുണ്ടായിരുന്നതും. എന്തായാലും പറയട്ടെ. മുജാഹിദാർ എന്താ പറഞ്ഞേ? കറാമത്തില്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല എന്ന് അവിടെ ആ റഷീദ് എന്ന് പറയുന്ന ചോദ്യകർത്താവ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കറാമത്തില്ല എന്ന് പറഞ്ഞൊരു മുജാഹിദിനെ എനിക്കറിയില്ല. അവർ മുജാഹിദുകളല്ല, അവർ സലഫികളല്ല, അവർ മുസ്ലിങ്ങളെ അല്ല. കറാമത്ത് ഉണ്ട്.
അതെന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്തും അത് തിരിച്ചറിയുന്നിടത്തും ചില അന്ധവിശ്വാസികൾക്ക് അബദ്ധം പറ്റി. ആ അന്ധവിശ്വാസികളെ ഇവർ വീണ്ടും ഇതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ട് കറാമത്താന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു നടക്കും. എന്തൊക്കെ കറാമത്ത് എന്നൊക്കെ നമുക്ക് കാണിക്കാം. മുജാഹിദാരും ചുരുക്കി പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ ക്ലിപ്പ് ഉണ്ട് ഇവിടെ. 5 മാസം പ്രായമായ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കിയ കറാമത്ത്. അത് ശരി. ഇങ്ങനെ പടച്ച തമ്പുരാൻ. ഒരു മിനിറ്റ് ഞാൻ മെല്ലെ ചോദിക്കണം. വയറ്റിന്റെ ഉള്ളിൽ ഭയങ്കര ഇതൊരു കറാമത്തായി പോയി. അല്ല ഇത് ഒരു സമയം ഒരു കുഴപ്പമില്ല. ഇത് വലിയൊരു കറാമത്തായില്ലേ? വയറ്റിന്റെ ഉള്ളിൽ 5 മാസമായപ്പോ തിരിച്ച് ഇത് വേറെ കറാമത്ത്. നിങ്ങൾ എന്തത്? ഇത് കറാമത്തല്ല മൂല്യരെ, ഇത് കള്ളക്കറാമത്താണ്. വയറ്റിൻ്റെ ഉള്ളിലുള്ള കുട്ടിനെ 5 മാസം ആയ ആ കുട്ടിനെ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി എന്നുള്ള കള്ളക്കറാമത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, പ്രസവിച്ച് വീണ കുട്ടിനെ പ്രസവിച്ച് വീണ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കിയ കള്ളക്കറാമത്ത് നിങ്ങളെ മൂല്യന്മാർ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ തന്നെ അത് കാണിച്ചിട്ടുണ്ട്. ഉണ്ടോ, കയ്യിലുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ അത് ചേർക്കുന്നതാണ്. ഭാര്യ ഗർഭിണിയാണെന്നാ പറയുന്നത്. നിങ്ങൾക്ക് ആൺകുട്ടി ജനിക്കും. അതവിടുത്തെ വാക്കാണ്. പ്രസവിക്കേണ്ട ടൈമായി, ഭാര്യ പ്രസവിച്ചു, പെണ്ണിനെയാണ് പ്രസവിച്ചത്. പെണ്ണിനെയാണ് പ്രസവിച്ചത്. ഉടനെ മമ്പുറത്തേക്ക് ഓടി വന്നു. തങ്ങളോട് പറഞ്ഞു, ആൺകുട്ടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ പെൺകുട്ടിയാണ് ഭാര്യ പ്രസവിച്ചത്, എന്ത് ചെയ്യും? മഹാനായ ഖുതുബുസ്സമാൻ തങ്ങളുപ്പാപ്പയുടെ മറുപടി, അല്ലാതെ ആൺകുട്ടിയാണല്ലോ, ആൺകുട്ടിയാണ്, പോയി നോക്കുക, ആൺകുട്ടിയാണ്. എല്ലാരും പറഞ്ഞിട്ടല്ലേ ഇത് വരുന്നത്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നോക്കാൻ എന്തോ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ലല്ലോ, അത് കണ്ടാൽ മനസ്സിലാവില്ലേ? പിന്നീട് നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു. ചെന്ന് നോക്കുമ്പോൾ ആൺകുട്ടിയെയാണ് കാണുന്നത്. നോക്കൂ നിങ്ങൾ, ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും, എന്തിന്? ഭൂമിയെ ആകാശമാക്കാനും ആകാശത്തെ ഭൂമിയാക്കാനും അല്ലാഹു അധികാരം കൊടുത്തവർ. വലിയ രാജാധികാരം അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ടവർക്ക് നീ നൽകുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? ചെമ്മാട് ഭാഗത്ത് ഒരു സ്ത്രീ പ്രസവിച്ചു ഒരു കുട്ടിയെ. ആ കുട്ടി ആണോ പെണ്ണോ എന്ന് ശരിക്ക് തിരിയാത്തൊരവസ്ഥ. ആർക്കും വിഷമുണ്ടാവൂലേ? ഉണ്ടാകാൻ താല്പര്യം ഉണ്ടാവും. ഭാര്യ ഗർഭിണിയായാൽ വിശേഷമുണ്ട്, സന്തോഷമുണ്ട്, ഒക്കെ റെഡിയാ. പക്ഷെ ആ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞ് അതിനൊരു കാലില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കണ്ണില്ലെങ്കിൽ, എന്തെങ്കിലും കോർണേറുണ്ടായാൽ അപകടമായി. അതുകൊണ്ടാണ് ഗർഭകാലത്ത് ശ്രദ്ധിക്കണം, മര്യാദകൾ പാലിക്കണം. ഇതൊക്കെ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രസവിക്കപ്പെട്ടൊരു കുട്ടി ആണോ പെണ്ണോ എന്ന് ശരിക്ക് തിരിയാത്തൊരവസ്ഥയിലായാൽ ശൈഖുന മടവൂർ തങ്ങളെ ഹദറത്തിലെത്തി. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പറയാ. എന്നിട്ട് അതിനെ നല്ല രീതിയിൽ ഒരു ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവിൽ ഭംഗിയായ അവസ്ഥയിൽ അതിനെ മാറ്റിക്കൊടുത്തു. ആണാണോ പെണ്ണാണോ അവിടുത്തെ വാക്ക്. എന്നിട്ട് വൈലത്തൂർ തങ്ങൾ പറയാ, ആണിനെ പെണ്ണാക്കലും പെണ്ണിനെ ആണാക്കലും സിമ്പിൾ ആണ് അവിടെ. അതെല്ലാം അവിടെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് വേണം? കുത്തുബുല്ലാലം ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് എന്ത് വേണം? അപ്പൊ മൂസംസിലാർ പറഞ്ഞു, എനിക്കെത്ര ആൺകുട്ടിയാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ആ കുട്ടിയെ ഞാൻ ആൺകുട്ടിയാക്കിയിരിക്കുന്നു. ഇതാണ് കുത്തുബുല്ലാലം. നമ്മളെ കണ്ടു കാണപ്പെടുന്ന വലിയ വലിയ മഹാന്മാരെ മേലെ മഹാന്മാരുണ്ട്. അങ്ങനെ 4ാമത്തെ പ്രസവം നടന്നു. നല്ലൊരു കണ്ണും മൂറുള്ള, ആരും ശ്രദ്ധിച്ചു പോകുന്ന ഒരു പെൺകുട്ടി. മുഖവും കയ്യും കഴുത്തും ലിംഗം പുരുഷന്റേത്, ലിംഗം പുരുഷന്റേത്. ഇന്നും ജീവിച്ചിരിക്കുന്ന മുനീർ ഗൾഫിലാണ്, യുഎഇയിലാണ്. ഈ ചെറുപ്പക്കാരനെ കണ്ടാൽ
ഒരു പെണ്ണിന്റെ പ്രകൃതി. ഓർ പറഞ്ഞെന്താ, എന്നാൽ ആ കുട്ടിയെ ഞാൻ ആൺകുട്ടിയാക്കിയിരിക്കുന്നു. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ചിലർക്ക് തോന്നും. അതൊക്കെ ഈമാൻ ഓർക്കാഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നും. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ചിലർക്ക് തോന്നും. അതൊക്കെ ഈമാൻ ഓർക്കാഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ എന്താ മോലേരെ ഈമാൻ എന്ന് പറഞ്ഞാല്? അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. വയറ്റിലുള്ളത് മാത്രമല്ല, അപ്പൊ എന്ത് നുണയും പറയാ. ജനിച്ചു വീണ പെൺകുട്ടിയായിട്ട് ജനിച്ചു വീണ കുട്ടിനെ അതിനിങ്ങനെ നോക്കിയിട്ട് അതിന്റെ ഇതിങ്ങനെ മാടി വെക്കുകയാണ്. അവിടെ പെൺകുട്ടിയാണ്. അപ്പോ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എല്ലാം കാണാമെന്ന് പറയുന്ന ഷെയ്ഖാണ് ഇത് ആൺകുട്ടിയാ പെൺകുട്ടിയാന്നുള്ളതിനെ തുണിമാടി വെക്കുന്നത്. വല്ലാത്ത ജാതി ഷെയ്ഖന്മാരായി നിങ്ങളെ ഷെയ്ഖന്മാര്. അജാതി കഥയാണ്. എന്നിട്ട് ഇത് പെൺകുട്ടിയാണല്ലോ അല്ലേ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ആൺകുട്ടിയാക്കുക അല്ലേ. ഇതാണ് ഒരു കഥ. മറ്റൊരു കഥയുള്ള എന്താ, അല്ല ഇത് ആൺകുട്ടിയാണ്, ആ ആൺകുട്ടിയാണെന്ന് പറയണ കൊടുക്കാൻ ആൺകുട്ടി അയക്കണു. വയറ്റിലുള്ള കുട്ടിനെ ഇവർക്ക് അറിഞ്ഞില്ല. ഇത് മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ ഉള്ള കഥയിലെ ഈ വയറ്റിലുള്ള കുട്ടി അത് ആൺകുട്ടിയാ പെൺകുട്ടിയാന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽഭകത്തുള്ളതൊക്കെ കാണുന്ന ആളുകളാ. വയറ്റിലുള്ള കുട്ടി എന്താണെന്ന് അറിഞ്ഞില്ല. എന്നിട്ട് പെറ്റു വീണപ്പോഴോ, അയ്യോ തങ്ങളെ ഇത് പെൺകുട്ടിയാണല്ലോ, ഇത് ആൺകുട്ടിയാണെന്ന് മൂപ്പരാണ് നോക്കിയാണ്ട് പറഞ്ഞേക്ക് ഇത് ആൺകുട്ടിയാകുകയാണ്. ഇങ്ങനത്തെ കള്ള കറാമത്തുകൾ തെമ്മാടിത്തമായിക്കൊണ്ട് പറഞ്ഞു നടക്കുന്ന ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ. ആ കറാമത്ത് അത് മുസ്ലിങ്ങൾ ആരും അംഗീകരിക്കണില്ല. അങ്ങനെ ഒരു കറാമത്തും ഇല്ല. പറയും സ്കാനിങ്ങിന് കൂടി പറയാൻ പറ്റാത്ത ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഒന്നും നിങ്ങൾ ഇതൊക്കെ അൽഹംദുലില്ലാ നിങ്ങൾ വളരെ ഇഷ്ടമായി പോയി. മാഷാ അല്ലാഹ്. എവിടുന്ന് നിങ്ങൾ മാഷാ അല്ലാഹ്. ഈ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ആ സഹോദരനെ ഒന്നും പറയാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് കുഴക്കുക. അതേ പഠിച്ചിട്ടുള്ളൂ. കിതാബ് ഓതി പഠിച്ച വിവരമല്ലോ. ഇനി ഓതി കുണിച്ച് തന്നെ ഏത് കിതാബ് ഓതിയിട്ടുണ്ടാകുക? പാള കിതാബ്, കൂറ കിതാബ്, തോട്ടിലെറിയേണ്ട, വലിച്ചെറിയേണ്ട, കീറിക്കളയേണ്ട, ടോയ്ലറ്റ് പേപ്പറുകളാക്കേണ്ട കിതാബുകൾ പഠിച്ച ആ അറിയുമ്പോഴാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു റാഹത്താക്കട്ടെ, ഹിദായത്ത് തരട്ടെ. അല്ലാഹ് ഹിദായത്ത് തരട്ടെ എന്ന് ഈ ശിർക്കും കുഫറും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കണ ഇയാൾ പ്രാർത്ഥിക്കുകയാണ് ഹിദായത്ത് തരട്ടെ എന്ന്. ഏത് ഹിദായത്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? പറയാം. വളരെ ശ്രദ്ധിക്കണം ഹനീഫ, ഒരു വിഷമം തോന്നരുത്, സത്യം അറിയണം. എന്താ പറഞ്ഞു? കറാമത്ത്. നിങ്ങളെ കറാമത്ത് കേട്ടാൽ ഞാൻ ചോദിക്കട്ടെ, പണ്ടൊരു മൗലവി ചോദിച്ചതാണ് ഇതേപോലത്തെ ചെയ്തില്. ഇതാട്ടില്ലേ എങ്ങനെയാണ് ഇയാള് കുഫറിലേക്കും നിരീശ്വരവാദത്തിലേക്കും ഒക്കെ പോണേ എന്നുള്ള കഥയാണ് ഇനി പറഞ്ഞു തുടങ്ങുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളി. കറാമത്ത് മൊയ്തി ഷേഖിന് കറാമത്തുണ്ട്, റിഫായ് ഷേഖിന് കറാമത്തുണ്ടെങ്കിൽ ഒരു ചായ പോരട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ വല്ല ചോദ്യപ്പത് മുഹീദ്ദീൻ ഷെയ്ഖിന് കറാമത്തുണ്ടെങ്കിൽ ചായ പോട്ടെ നിരീശ്വരവാദി ചോദിച്ചു. അപ്പൊ ഇവര് തിരിച്ചു ചോദിച്ച കഥയാണ് ഇപ്പൊ ഇനി വരുന്നിട്ടില്ലേ. ഇവിടെ നല്ല ഫിറ്റാണ് മാഷാ അല്ലാഹ്. അല്ല ഫിറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മൊയ്തി ഷേഖിന് കറാമത്ത് വെല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. എന്നാ പിന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ പോട്ടെ. ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുവരുന്നതിന് മുമ്പേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇങ്ങനെ മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്നുള്ളതിന് എന്താ തെളിവ്? ബഹിജത്ത് മാലയിൽ പറഞ്ഞു. അവര് എഴുതി വെച്ചിട്ടുള്ള തെളിവ് എഴുതി വെച്ചിട്ടുള്ളത് അവർ സ്വന്നാബൈത്തിന്നും ബഹജ കിതാബിന്നും അങ്ങീനെ തക്മീല അതെന്ന് സ്വന്നോവർ എന്ന് ഓവറാക്കി പാടിയല്ലേ. യാർ സ്വന്നത് എന്നുള്ളത് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? പണ്ട് ഷാഫി സ്വബാഹി ചോദിച്ചതാണ്. ഞാനൊക്കെ തൗഹീദിൻ്റെ മാർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആ സമയത്തെ കേട്ട ഒരു പ്രഭാഷണമാണ് പയ്യടിമേത്തൽ പ്രോഗ്രാം. പ്രിയപ്പെട്ട നബി എന്നുള്ളതാണ്. കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുക, കാണുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോകളിലൊക്കെ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ കാണിക്കാറുണ്ട്. നല്ലൊരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അത് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ആരോടാണ് പറഞ്ഞിട്ടുള്ളത്? ബഹിജത്ത് മാലയിൽ ഏതെങ്കിലും കള്ളം എന്തെങ്കിലും കള്ളത്തരം എഴുതിയത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. മുസ്ലിങ്ങളെ സ്വീകരിക്കേണ്ട ആവശ്യമല്ല. ഏത് ക്വാജ എഴുതിയാലും പറയാം. പറഞ്ഞ അപ്പ തന്നെ ചായ വരില്ലേ? പറഞ്ഞ അപ്പ ചായ അല്ലേ? അല്ല വരുമോ? വല്ല നിലത്തേന്നും എന്നെ വിളിപ്പോർക്ക് വാകൂടാവുത്തീരം ചെയ്യും ഞാൻ എന്നോവറാക്കി പാടിയപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചായ ചോദിച്ചാൽ വരും എന്നുള്ളത് അതിന് മാനയിലുണ്ടോ? അതിൻ്റെ അർത്ഥത്തിലുണ്ടോ? അതാണോ അതിൻ്റെ അർത്ഥം? എനിക്കറിയില്ല. നിങ്ങൾ ഇതുവരെ അങ്ങനെ ചായ കുടിച്ചിട്ടുണ്ടോ മൂല്യരെ? പറയും. ഇവരിതിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ? എല്ലാം കേൾക്കുന്ന റബ്ബ്, എല്ലാറ്റിനും കഴിയുന്ന റബ്ബ്. നിരീശ്വരവാദത്തിലേക്ക് ഈ സമുദായത്തെ അവർ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ? ഇത് പറയുകയാണ് ഇവിടെ വെല്ലുവിളിയോടുകൂടി ഞാൻ പറഞ്ഞത്. ആർക്ക് തിരുത്താൻ പറ്റുമെങ്കിലും വരാം, തിരിച്ചവിടെ. നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്
നിരീശ്വരവാദത്തിലേക്കാണെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം എവിടേക്കാണെന്നുള്ളത് ഈ കഥയുടെ ബാക്കി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾക്ക് മനസ്സിലാവില്ലല്ലേ, അയാളിപ്പോൾ ആ വാദത്തിലാണല്ലോ ഉള്ളത്. അയാൾ അങ്ങനെ വാദത്തിൽ തന്നെ പോകും. എൽമിൻ്റെ മജ്ലിസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊറാട്ട് നാടകങ്ങൾ നടത്തുന്ന ജാഫർ സഖാഫിയുടെ കാര്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടു നോക്കി സഹോദരന്മാരെ, ആൾ പറയുന്ന വിവരക്കേട്. ഇങ്ങോട്ട് കയറി വരി, സംസാരിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ കാര്യം തുറന്ന് സംസാരിക്കുക. അത് നിങ്ങൾ മേശ അടിച്ച് പൊട്ടിക്കട്ടി പീടടിച്ച് പൊട്ടിക്കൊന്നും വേണ്ട. ആരെങ്കിലും നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ സംവദിക്കാൻ അനുവദിക്കാറുണ്ടോ? ഒന്നുകിലോ നിങ്ങൾ കയ്യൂക്കിൻ്റെ മാർഗത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പൊറാട്ട നാടകത്തിൽ നിങ്ങൾ കളിയാക്കിക്കൊണ്ട്, അല്ലാതെ ആരെയും നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കാറുള്ളത്? ആരെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യത്തെ നിങ്ങൾ പുറംതിരിഞ്ഞ് പുറംകാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്ന സ്വഭാവമല്ലേ നിങ്ങൾ കാണിക്കാറുള്ളത്? പാറേ മോലിയരെ, ഒരു കട്ടൻ ചായ പോർച്ചേ. എന്താണ്? എപ്പ വിളിച്ചാലും കേൾക്കാനും ഉത്തരം നൽകാനും കഴിയുന്ന ഗൗസുൽ തങ്ങളുടെ കറാമത്ത് കൊണ്ടൊരു കട്ടൻ ചായ പോരട്ടെ. അപ്പോ സദസ്സൊക്കെ പാടങ്ങനെ ഉസ്താദ് പടച്ചനപ്പ് എന്താ കട്ടൻ ചായ ഇപ്പൊ വരുമോ? ഇനി വരൂലേ? വന്നാല് മുതി ശേഖിന് കറാമത്തുണ്ട്, അഥവാ വന്നില്ലെങ്കിൽ മുതി ശേഖിന് കറാമത്തില്ല. നാട്ടുകാരൊക്കെ ഒരു ധാരണയിലെത്തി. ഉസ്താദ് എണിച്ചെന്നിട്ട് പറഞ്ഞേ, മൊയ്തീൻ ഷേഖിന്റെ കറാമത്തിൽ നമ്മൾ തമ്മിൽ തർക്കമുണ്ട്, കിട്ടോ കിട്ടൂല എന്നുള്ളത്. അള്ളാഹു തരൂല എന്നുള്ളത് ഒരു തർക്കൂല. അത് നെസ്വ, നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. നിങ്ങളാണെങ്കിൽ തൗഹീദിന്റെ ബഹറിൽ കടന്ന് കുളിക്കുക. നിങ്ങൾ ആ ഇഖ്ലാസുള്ള തൗഹീദ് കൊണ്ട് ഏത് സമയത്ത് ചോദിച്ചാലും കേൾക്കാനും എപ്പ തരാനും കഴിയുന്ന പടച്ച റബ്ബിന്റെ കഴിവ് കൊണ്ട് ഒരു പയമ്പൊരി നിങ്ങളും കൊണ്ടുവരണം. മൈലിയരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ ഉൾക്കൊണ്ട സ്വഹാബാക്കള് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതായത് പൊന്നാര സഹോദരന്മാരെ, ഇതിലുള്ള വിവരക്കേട് എന്താണെന്നുള്ളത്, ഏത് നിലത്തു നിന്നും എന്ത് ചോദിച്ചാലും തരും എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഇവർ കള്ളക്കഥ എഴുതി വെച്ചപ്പോൾ നിങ്ങളൊരു കട്ടൻ ചായ കൊണ്ടിട്ടേ എന്ന് ആരോ ചോദിച്ചിക്കണോ? അപ്പോൾ ആ കട്ടൻ ചായ വരൂല, അതിന് അവർക്ക് മറുപടിയില്ല, വരുത്താൻ കഴിവില്ല, അതിന് മറുപടിയില്ല. അപ്പം എന്താ അവർ പറഞ്ഞ മറുപടി എന്നറിയോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ ആ കട്ടൻ ചായയുടെ ഒപ്പം അള്ളാനെയും കൊണ്ട് ഒരു പാമ്പൊരിയും കൂടിയും കൊണ്ടിരിച്ചെന്ന്. എൻ്റെ മോലിയരെ, നിങ്ങൾ വിവരക്കേട് പറയുന്നുണ്ടല്ലോ. എനിക്ക് വിശക്കുന്നു അല്ലാഹുവേ എന്ന് പറഞ്ഞ മറിയം ബീവിക്ക് ഈസാ നബിയുടെ അമ്മക്ക് അല്ല ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒരുപാട് ആളുകളെ കുടിപ്പിച്ചിട്ടുണ്ട്. ആര്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം വന്നോന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വടികൊണ്ട് പാറക്കടിക്കുവാൻ പറയുകയും അതിൽ നിന്ന് നീരുറവ അരുവിയായിക്കൊണ്ട് ഒഴുകുകയും ചെയ്തു. ഇതൊക്കെ അള്ളാഹ് കൊടുത്താണ് മോലിയരെ. നിങ്ങളെ മൊയ്തീൻ ഷെയ്ഖിന് ഇത് ചെയ്യാൻ കഴിയില്ല, അള്ളാഹ്ക്ക് കഴിയും എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പഠിക്കുക. നിങ്ങൾ എന്തോ പറയുന്നുണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറുമോ എന്താണ് കട്ടൻചായ? ഞങ്ങളും അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട്, മൊയ്തീൻ ഷെയ്ഖിന്റെ ബർക്കത്ത് കൊണ്ട് ഒരു കട്ടൻ ചായ ഞാനും, അള്ളാഹ് നേരിട്ട് നിങ്ങൾക്ക് ഒരു പഴംപൊരിയും. ഇത് കളിയാക്കുകയല്ലേ സഹോദരന്മാരെ? അള്ളാഹു ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന അതിൻ്റെ എല്ലാം ഉടമസ്ഥനായ അള്ളാഹുവിന് അവിടെ പഴംപൊരി എത്തിക്കാൻ കഴിവുണ്ട്. അതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ വിശ്വാസം. എന്നാൽ അത് എപ്പോ എങ്ങനെ അതൊന്നും നമുക്കറിയില്ല. അള്ളാഹു അത് ചെയ്തിട്ടുണ്ടോ? മുമ്പേ ചെയ്തിട്ടുണ്ട്. മൊയ്തീൻ ഷെയ്ഖ് ചെയ്തിട്ടുണ്ടോ? മൊയ്തീൻ ഷെയ്ഖ്, ഞങ്ങളുടെ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ചെയ്യൂല, ചെയ്തു എന്ന് പറഞ്ഞിട്ടുമില്ല, ചെയ്യുമെന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ട്, മറിയം ബീവി ഗർഭിണിയാണ്, ആ മറിയം ബീവിക്ക് ഭക്ഷണം വേണം. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ചു നോക്ക്. സക്കരിയ നബി ആ ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ മറിയം ബീവി ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ അവിടെ മറിയം ബീവി അവിടെ ഒന്നും കിട്ടാത്ത ഭക്ഷണങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് മറിയം നിങ്ങൾക്കിത് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹ് തന്നതാന്നാ പറഞ്ഞത്, അള്ളാഹ് കൊടുത്തു വിട്ടാന്നാ പറഞ്ഞത്. അള്ളാഹു ഭക്ഷണം കൊടുത്ത ചരിത്രം നിങ്ങളെ ഈ ഈച്ചപ്പാനി മുട്ടായി അല്ലെങ്കിൽ പഴംപൊരി ഒന്നല്ല. അള്ളാഹു ഇന്ന് ഈ ലോകത്ത് ഏറ്റവും നമ്പർ 1 ഫുഡ് ഏതാണോ അത് നൽകുവാൻ അതിന് കുറച്ച് ഈമാനുണ്ട്, അതിന് കുറച്ച് ആ ഒരു യോഗ്യത ഉണ്ട്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അത് ഈ ദീനിലേക്ക് വന്നാൽ ഗുണമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ആ ഒരു രൂപത്തിൽ കാണിച്ചു കൊടുക്കുവാൻ അള്ളാഹു കറാമത്തിലൂടെയും മുഅ്ജിസത്തിലൂടെയും അത് സംവിധാനിച്ചിട്ടുണ്ട്. ഏത് മൊയ്തീൻ ഷെയ്ഖ് എപ്പോൾ കൊണ്ടുവന്നോ, എവിടെയെങ്കിലും കൊണ്ടുവന്ന ചരിത്രം നിങ്ങൾക്ക് അറിയോ? അള്ളാഹു കൊണ്ടുവന്ന കാര്യം അന്ന് അവിടെ ആ ഒരു സഹോദരനെ കൊണ്ട് സംസാരിക്കാൻ അനുവദിക്കാതെ നിങ്ങളിങ്ങനെ
ബ്ലണ്ടർ അടിച്ചപ്പോൾ ചിലപ്പോൾ ആ സഹോദരൻ ഈ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. എന്തായാലും ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളെക്കാൾ പിഴച്ച വാദത്തിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പറയും. നിങ്ങൾ ചിരിച്ചത് ഒക്കെ ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ഇവിടെ ഒരു അതിന് കഴിഞ്ഞു, ഞാൻ വായിക്കാത്തോണ്ട. ഇത് ചിരിച്ചതൊക്കെ, പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? മൊയ്തീൻ ഷേഖിന് കൈവില്ലട്ടോ, കട്ടൻ ചായ വന്നില്ലട്ടോ. കണ്ട, നിരീശ്വരവാദികൾ കയറി ചോദിക്കുന്നു, മൗലവി, കട്ടൻ ചായ വരാത്ത ഷെയ്ഖ് ജീലാനിക്ക് കഴിവില്ലെങ്കിൽ കേവലം പഴംപൊരി വരാത്ത, ഒരു പഴം പൊരിച്ചത് കൊണ്ടുവരാൻ കഴിയാത്ത നിങ്ങളുടെ റബ്ബെന്ന് പറയുന്ന അല്ലാഹുവിന് കഴിവില്ലല്ലോ മൗലവി. മതി, എൻ്റെ വയല് മതിയായിക്കണോ? പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, അള്ളാഹുവിന് കഴിവുണ്ട്, അത് ലഭിച്ചിട്ടുണ്ട്, ലഭിക്കുകയും ചെയ്യും. എന്നാ ഇജ്ജ് കൊണ്ടുവരെന്നും പറഞ്ഞാൽ അതിനൊന്നും എത്തിയിട്ടില്ല, അവർക്കൊന്നും നമ്മളെ എത്തിയിട്ടില്ല മൗലിയരെ. നിങ്ങളെ മൊയ്തീൻ ഷെയ്ഖിന് അങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതിന് എന്താ തെളിവുള്ളത്? ഞങ്ങളുടെ അള്ളാഹ്ക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് മുൻപ് കഴിഞ്ഞു പോയ പല ചരിത്രങ്ങളും ഇവിടെ നമുക്ക് പറയാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസിലൂടെയും. നിങ്ങളെ മൊയ്തീൻ ഷെയ്ഖിന്, ഞങ്ങളുടെ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കല്ല, ഞങ്ങളുടെ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അത് കഴിയില്ല. വഫാത്തായി പോയ, മരണപ്പെട്ടു പോയ, ഇൻഖിതാഉൽ അമാലായ, ഈ ലോകത്ത് നിന്ന് യാത്രയായ, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ ഞങ്ങളുടെ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മുജദ്ദിദായ ആ പണ്ഡിത ശ്രേഷ്ഠന് ഇനി കഴിയില്ലത്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അതാണ് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഏതോ മൊയ്തീൻ ഷെയ്ഖിന് കഴിയുന്നല്ലേ പറഞ്ഞത്. അള്ളാഹുവിന് കഴിയുമെന്ന് ചോദിക്കുന്ന മൊയ്ലിയമാരെ, നിങ്ങൾ ഷഹാദത്ത് ചൊല്ലിക്കോ, അള്ളാഹുവിന് കഴിയുമത്. എപ്പോൾ കൊണ്ടിരുന്ന ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അത് വിശ്വാസ വൈകൃതം പേറിയ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളൊക്കെ ഈ കുഫർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഈ നിരീശ്വരവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏതെങ്കിലും മയ്യത്തുകൾക്ക് വേണ്ടിയിട്ടും വ്യാപാരങ്ങൾക്ക് വേണ്ടിയിട്ടും മയ്യത്തിനോട് വിളിച്ചു തേടാൻ വേണ്ടിയിട്ടും എന്നുള്ളത് തിരിച്ചറിയുക സഹോദരന്മാരെ. ഇത് ജാഫർ സഖാഫി എന്ന് പറയുന്ന മോലിയർക്കുള്ള മറുപടിയോ തിരുത്തലോ അല്ല. അയാൾ തിരുത്തൂല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾക്കുള്ള അല്ല എന്ന് പറയുന്നത്. അയാളുടെയൊക്കെ മുമ്പിലിരിക്കുന്ന സാധുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, നിരീശ്വരവാദത്തെക്കാൾ പിഴച്ച കുഫറിലാണ്, പിഴച്ച വാദത്തിലാണ്, ഷിർക്കിലാണ് ഇവരെ പോലെയുള്ള ആളുകൾ എന്നുള്ളത് തിരിച്ചറിയുക, ഓടിക്കയച്ചിലാകുക, മണ്ടിക്കോളിയും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.